തിരുവനന്തപുരത്ത് റാഗിങ്ങിനിടെ കോളേജ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ധനുവച്ചപുരം VTM NSSലെ 2ാം വർഷ വിദ്യാർത്ഥിക്കാണ് രക്തദാനത്തിൽ പങ്കെടുക്കാത്തതിനെ ചൊല്ലി ഗുരുതരമായി മർദ്ദനമേറ്റത്. സീനിയർ വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് തല്ലി എന്നാണ് പരാതി. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് പറഞ്ഞു. പാറശാല പോലീസിൽ വിദ്യാർത്ഥിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. നമുക്കാദ്യം വിദ്യാർത്ഥിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. 22-ാം തീയതിയാണ് ഈ റാഗിങ് നടക്കുന്നത്. അന്ന് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലോട്ട് പോകുന്നിടയിൽ വിളിച്ചു വരുത്തി ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. ഇല്ല, ഒരിക്കൽ ബ്ലഡ് കൊടുത്ത് 6 മാസത്തിന് ശേഷമേ കൊടുക്കാവൂ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ 1.5 മാസം ആയതേ ഉള്ളൂ കൊടുത്തിട്ട്. ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ഞാൻ തരുന്നില്ല, ഇതേപോലെ നിനക്കെന്താടാ തന്നാ മൂത്തവർ ബഹുമാനിക്കാറിനോടാ, നീ അഥവാ കൊടുത്താലും ഒന്നുമില്ല, നിനക്ക് തടിയുള്ളൂ, അല്ലേ നീ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഏട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അടിച്ചെന്നെ, ഇവിടെ അടിച്ച് ഇവിടെ അടിച്ച് ഇവിടെ കുറുക്കിൽ ഇങ്ങനെ കഴുത്തിങ്ങനെ വെച്ചിട്ട് കുറുക്കിൽ 2-3 ഇടിച്ച് വയറ്റ് ചെയ്ത് ഇവിടെ ഒരു ചവിട്ട് ഒട്ടി. ഇതിൻ്റെ അകത്തിടുന്ന കാര്യമാണ്, വെളിയിൽ പറയരുത് എന്നാൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. മൊത്തം 4 പേരുണ്ട്. പ്രണവ്, ആദർശ്, നിഖിൽ, വിജു എന്ന് പറയുന്നവരാണ്. അതിൽ ഒരാൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്, ബാക്കിയുള്ള 3 പേരും തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. നേരത്തെ ഇതേപോലെ സംഭവിച്ചു. അന്ന് പറഞ്ഞാൽ നീ വീട്ടിൽ പറയരുത്, എന്നാൽ ഇതിന് നീ ഇവിടെ വരുമ്പോൾ നിന്നെ തല്ലി കൊല്ലുമെന്നാണ് പറഞ്ഞത്. സഹിക്കാൻ പറ്റിയില്ല. എല്ലാവരും മുമ്പിലിട്ടാണ് അടിച്ചത്, എല്ലാവരും മുമ്പിലിട്ട്. അഷിൻ ഡിയാഗോ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷിൻ ഡിയാഗോ, ഗുഡ് മോർണിംഗ്. അഷിൻ, VTM ധനുവച്ചപുരം കോളേജിൽ നിന്നാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും സംഘടനകളുമായിട്ടൊക്കെ ബന്ധമുണ്ടോ? അതല്ല ഈ സീനിയേഴ്സായിട്ട് എല്ലാ സംഘടനകളിലും പെട്ട വിദ്യാർത്ഥികൾ ഈ മർദ്ദിച്ച കൂട്ടത്തിലും റാഗിംഗ് ചെയ്ത കൂട്ടത്തിലും ഉണ്ടോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. നിലവിൽ ഈ വിദ്യാർത്ഥികൾക്ക്, അതായത് സീനിയർ വിദ്യാർത്ഥികൾക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കോളേജിൽ ഈ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ റാഗിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതി നേരത്തെ മുതൽ തന്നെ ഈ കോളേജിലുണ്ട്. പക്ഷേ ഭയം മൂലം പലരും പുറത്തു പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഈ റാഗിങ്ങിന് ഇരയാക്കപ്പെട്ട 2ാം വർഷ പൊളിറ്റിക്സ് വിദ്യാർത്ഥി പോലും നേരത്തെ 2 തവണ റാഗിങ്ങിന് ഇരയായിരുന്നു. അദ്ദേഹം ഈ കുട്ടി ഈ സമയത്തൊന്നും പുറത്തു പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കാരണം കൊല്ലുമെന്നുള്ള ഭീഷണിയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയന്ന് പലപ്പോഴും വീട്ടിൽ പറയാതിരുന്നു എന്നുള്ളതാണ് കുട്ടി നമ്മളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതും. ഇതിൽ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രക്തദാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് മാറിയത്, റാഗിങ്ങിലേക്ക് മാറിയത്. അത് പിന്നീട് ഈ കുട്ടിയെ ശാരീരികമായി വലിയ രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുള്ളതും. അതായത് ഈ കോളേജിൽ എല്ലാ ദിവസവും രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് കുട്ടികളുടെ നേതൃത്വത്തിൽ തന്നെ, ഈ സീനിയർ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥി, അതായത് ഈ മർദ്ദനത്തിന് ഇരയായ 2ാം വർഷ പൊളിറ്റിക്സ് വിദ്യാർത്ഥിയോട് വീണ്ടും രക്തദാനം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ കുട്ടി പറയുന്നു, ഈ അടുത്ത സമയത്താണ് ഞാനിപ്പോൾ രക്തദാനം നടത്തിയത്, അതുകൊണ്ട് തന്നെ ഉടനെ ഇപ്പോൾ രക്തദാനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നു. തുടർന്ന് CCTV ഇല്ലാത്ത ഭാഗത്തേക്ക് ഈ വിദ്യാർത്ഥിയെ വിളിച്ചുകൊണ്ടുപോയതിനു ശേഷമായിരുന്നു മർദ്ദനം എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥിയുടെ ആരോപണം. മാത്രമല്ല ഈ മർദ്ദനത്തിൽ കഴുത്തിനും അടിവയറ്റിനും അതുപോലെ തന്നെ കരണത്തും നല്ല രീതിയിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥി പറയുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല, നേരത്തെയും ഇത്തരത്തിൽ യാതൊരു കാരണവുമില്ലാതെ പ്രകോപനവുമില്ലാതെ തന്നെ മർദ്ദിച്ചിട്ടുണ്ട്. ഇത്തവണ എല്ലാവരും കാണുകയാണ് മർദ്ദിച്ചത്. പക്ഷേ CCTV ഇല്ലാത്ത സ്ഥലം നോക്കി തിരഞ്ഞെടുത്താണ് തന്നെ മർദ്ദിച്ചത് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി പറയുന്നത്. മാത്രമല്ല ഇത് വീട്ടിൽ പറയുകയാണെങ്കിൽ വെട്ടിക്കൊല്ലും എന്നുള്ളൊരു ഭീഷണി നടത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അമ്മയോടോ പരാതിപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ വീടിന് നേരെ ബോംബെറിയും എന്നതടക്കമുള്ള ഭീഷണി ഈ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് നേരിട്ടു എന്നുള്ളതാണ് കുട്ടി പറയുന്നത്. അതെ ഡോക്ടർ അരുൺ, പ്രിൻസിപ്പലിനും പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പ്രിൻസിപ്പലിനും ഈ വിദ്യാർത്ഥികളെ ഭയമാണ് എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. കാരണം നേരത്തെയും ഇത്തരത്തിൽ ഇവർക്കെതിരെ പരാതികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സമയങ്ങളിലൊന്നും അച്ചടക്ക നടപടി ഈ വിദ്യാർത്ഥികൾക്കെതിരെ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പ്രിൻസിപ്പലിനും ഇവർക്ക് ഭയമാണ്. ഇപ്പോൾ പോലീസിനാണ് ഈ കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് പ്രിൻസിപ്പലിനോട് വിവരശേഖരണം നടത്തിയിരുന്നു. ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഈ കുടുംബത്തെ പാറശാല പോലീസ് വിളിച്ചു വരുത്തി കൂടുതൽ വിശദാംശങ്ങൾ തേടിയിരുന്നു. ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്ത പാറശാല പോലീസ് കേസ് എടുത്തിട്ടുമുണ്ട്. 22-ാം തീയതിയാണ് ഈ ഒരു റാഗിംഗ് നടന്നത് എന്നുള്ളതാണ്. മാത്രമല്ല നേരത്തെയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ്. ഈ മർദ്ദനം തീരെ സഹിക്കാൻ വയ്യ, വേദന അത്രത്തോളം ആയതുകൊണ്ടാണ് വീട്ടിൽ പറയേണ്ടി വന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥി പറയുന്നത്. നേരത്തെ 2 തവണയും ഇത്തരത്തിൽ ഇതേ വിദ്യാർത്ഥികൾ തന്നെ മർദ്ദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നിരന്തരമായി ഇവർ റാഗ് ചെയ്യുന്നുണ്ട്, അകാരണമായി മർദ്ദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. എന്തായാലും ഇപ്പോൾ ഈ വേദന സഹിക്കാനാകാതെ വിദ്യാർത്ഥി പാറശാല ആശുപത്രിയിലടക്കം
ചികിത്സ തേടേണ്ടി വരുന്ന ഒരു സാഹചര്യം വരെ എത്തി. അത് ചികിത്സ തേടേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് വീട്ടുകാർ പോലും ഇക്കാര്യം അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട നമുക്കറിയാം ഈ പല കോളേജുകളിലും റാഗിംഗ് നടക്കുന്നുണ്ട്, ചെറിയ രീതിയിലാണെങ്കിൽ പോലും. പക്ഷേ ഇത് ആ ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു മനോവിഷമം എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യം പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. എന്തായാലും ഒരു കുട്ടി കൂടി ഈ റാഗിങ്ങിനെതിരെ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. അതിക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വിദ്യാർത്ഥിയുടെ പരാതി. കാരണം 4ഓളം വരുന്ന സീനിയർ വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു എന്നുള്ളതാണ്. ഒരാൾ കൈ പിടിച്ച് പുറകിലേക്ക് വെക്കുമ്പോൾ ബാക്കി 3 പേർ തന്നെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. പിന്നീട് അടിവയറ്റിൽ ചവിട്ടി നിലത്തിട്ട ശേഷം ഇവർ വട്ടം കൂടി നിന്ന് മർദ്ദിച്ചതായും ചവിട്ടിയതായും അടക്കമുള്ള പരാതികളാണ് നൽകിയിട്ടുള്ളത്. കുട്ടിയുടെ മുഖത്തും അടക്കം എന്തായാലും അത് നിർഭാഗ്യകരമായ സംഭവമാണ്. പോലീസ് ഗൗരവത്തോടുകൂടി ആ കേസ് എടുക്കുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്.